ഹലോ, ഞാനൊരു മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് സംസാരിക്കുകയാണ്. അത്യാവശ്യം സോഷ്യൽ അറ്റൻഷനുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. ഇപ്പോഴത്തെ അയാളുടെ പൊസിഷൻ കുറച്ച് ഹൈയിലാണ്. പക്ഷെ അയാൾ എനിക്ക് സോഷ്യൽ മീഡിയാസിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അതും എന്നെ അശ്ലീഷമായിട്ടുള്ള രീതിയിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നെ ഹോട്ടൽ റൂമിലേക്ക് അയാൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് കേസായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. പക്ഷെ എനിക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ നാലാൾക്കാരുടെ മുമ്പിൽ ഒരു ഫെയിം കിട്ടണം. ഇത് ശരിയാണോ? ഇങ്ങനെ ഒരു സ്ത്രീ വന്ന് മാധ്യമത്തിൽ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീക്ക് കിട്ടുന്ന ഒരു അവകാശത്തെ അത് മിസ്യൂസ് ചെയ്യപ്പെടുകയല്ലേ? ഇന്ന് ഞാൻ സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ അദ്ദേഹത്തിന് ഇത്തരം ഈ പ്രവർത്തികളെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലുമല്ല. ഞാൻ ഇവിടെ ശക്തമായിട്ട് എതിർക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു ശൈലികൾ തന്നെയാണ്. പക്ഷേ ഒരിക്കലും ഒരു മാധ്യമത്തിന്റെ മുമ്പിൽ കേസായിട്ട് മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ല. പക്ഷേ എന്നാൽ എനിക്ക് മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് സംസാരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പറഞ്ഞ ആ സ്ത്രീയാണ് ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നത്. ഒരു സ്ത്രീക്ക് കിട്ടുന്ന പ്രിവിലേജസ്, അവൾക്ക് കിട്ടുന്ന ചില അവകാശങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. ഒരുപക്ഷെ ഇത് മറ്റൊരു സരിത 2.0 ആകാൻ ചാൻസും ഉണ്ട്. അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറ്റൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്. ഗർഭചിത്രത്തിന് അദ്ദേഹം ലൈവായിട്ട് അവളെ നിർബന്ധിക്കുന്നതും ഒരു വാട്സപ്പ് ചാറ്റ് നമ്മളെല്ലാം കണ്ടു. ആ ഒരു കാര്യത്തിൽ ഞാൻ 100% ആ പെൺകുട്ടിയുടെ കൂടെയാണ്. പക്ഷേ ഈ മാധ്യമത്തിന് മുമ്പ് സംസാരിക്കുന്ന ആ പെൺകുട്ടി ഞാൻ തീരെ സപ്പോർട്ട് ചെയ്യില്ല. മാത്രമല്ല എന്ത് ചോദിച്ചാൽ നോ കമന്റ്സ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആളാരാന്ന് പറയില്ല. പക്ഷെ അയാൾ എപ്പോഴും ഹൂ കെയർസ് എന്ന് സംസാരിക്കുന്നു എന്ന രീതിയിൽ അവൾ പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ആരാണെന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. പെണ്ണൊരുമറ്റാൽ ബ്രഹ്മനും കിടക്കാനാവില്ല എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ കാലത്ത് തെളിവുകൾ സംസാരിക്കുന്ന ഈ കാലത്ത് അതും ഒരു മാധ്യമത്തിന്റെ മുന്നിൽ വന്ന് ആ സ്ത്രീ സംസാരിക്കുന്ന എത്ര ക്ലേശകരമായിട്ടാണ്. ഹൂ കെയർസ്, അത് തന്നെയാണ് ഹൂ കെയർസ്. അദ്ദേഹത്തിന്റെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഹൂ കെയർസ്. അതിലൂടെ തന്നെ മനസ്സിലായി ആരാണ് ഈ വ്യക്തി എന്നുള്ളത്. പക്ഷെ എനിക്ക് പേര് പറയാൻ പറ്റുകയില്ല കേട്ടോ. 3 വർഷം മുമ്പ് നടന്ന ഈ കാര്യം, 3 years ബാക്ക് 3 വർഷം മുമ്പ് നടന്ന ഈ ഒരു കാര്യത്തിൽ തുടക്കത്തിൽ ഫ്ലർട്ടിംഗ് ചാറ്റ് ആണ് നിങ്ങൾ പറഞ്ഞു. ഈ ഫ്ലർട്ടിംഗ് ചാറ്റ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ വ്യക്തിയെ വാൺ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് അതല്ലല്ലോ നടന്നത്. 3 വർഷം മുമ്പുള്ള ഒരു കാര്യം ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നു. എന്നിട്ടും നിങ്ങൾ അയാൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ കാണിച്ച മനസ്സ്, വാവ്! നമുക്ക് അവരുടെ ഒരു വാർത്താ സമ്മേളനം കൂടി ഒന്ന് കേൾക്കാം. സമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതാണ്. അത് നിങ്ങൾ തന്നെ എക്സ്പോസ് ചെയ്തോളൂ. ഹൂ കെയേഴ്സ്, അതാണ് ആറ്റിറ്റ്യൂഡ്. എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് എടുത്ത് പറയാൻ, അല്ലെങ്കിൽ ഇന്ന പാർട്ടിയാണ് എന്നുള്ള രീതിയിൽ പറയാൻ ഞാൻ എടുത്ത് പറയുന്നില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു പാർട്ടിയും ഒരു പ്രസ്ഥാനത്തെയും തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഉദ്ദേശങ്ങളോ ഇല്ല. ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നം, എന്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷവും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചു. പേര് പറയാത്തതിന്റെ കാരണം ആ വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൽ പലരുമായിട്ടും എനിക്ക് വളരെ അടുത്ത സ്നേഹമൊന്നും സൗഹൃദമുണ്ട്. അപ്പോൾ ആരെയും ഇത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനി ഉണ്ടാവുകയാണെങ്കിൽ അതപ്പോൾ നമ്മൾ ആലോചിക്കും. ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ്. അതായത് എന്നെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അതെ, വളരെ മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സംസാരം കിട്ടിയിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾക്ക് അതിന് നിയമപരമായിട്ട് മുന്നോട്ട് പോയിക്കൂടെ? അല്ലാതെ മാധ്യമത്തിൽ വന്നിട്ട് ഇരുന്ന് പ്രസംഗിച്ചിട്ട് എന്താണ് കാര്യം? അദ്ദേഹം അവസാനം രാജിവെച്ച് പോയിട്ടുണ്ട്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൽ മറ്റൊരു വസ്തുതയുണ്ട് താനും. കാരണം ഒരു വാട്സപ്പ് ചാറ്റ് ഇപ്പോൾ ലൈവായിട്ട് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാവേ. എന്റെ വയറ്റിലുള്ള ജീവനോടുള്ള ഇഷ്ടവും തനിക്ക് അതൊരിക്കലും മനസ്സിലാവില്ല. രണ്ടിനുമിടയിൽ വീർപ്പുമുട്ടുന്ന ഞാൻ. ആ പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ ഈ ചാറ്റിൽ വ്യക്തമാണ്. ഈ ചാറ്റുകളൊന്നും പുറത്തുവിടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതല്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുമ്പോൾ നമ്മൾ ഇത് പുറത്തുവിടാതിരിക്കുന്നത് എങ്ങനെയാണ്? നിനക്കില്ലാത്ത ടെൻഷൻ എനിക്ക് വേണ്ടല്ലോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുകയാണ്. ടെലഗ്രാമിലുള്ള ചാറ്റാണ്. ഞാൻ ഒഴിവാകുന്നു എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് കൃത്യമായി പറയുന്നു. കണ്ടല്ലോ, തുടക്കത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സപ്പോർട്ടീവ് ആയിരുന്നു ആശ്രയിക്കുക. പക്ഷെ പതുക്കെ അയാൾ അതിൽ നിന്ന് വലിയാൻ തുടങ്ങി. ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം തെറ്റുകാരനാണ്. പക്ഷേ മറ്റൊരു കാര്യത്തിൽ, അതായത് മാധ്യമ പ്രവർത്തനത്തിന് മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ആ സ്ത്രീയുടെ ഭാഗത്ത് ഞാൻ നിൽക്കില്ല. ഇതെന്റെ നിലപാടാണ്. ഇത്തരത്തിലും ചില പെണ്ണുങ്ങളുണ്ട്. സരിത എസ് നായർ നമ്മൾ മറന്നിട്ടില്ലല്ലോ. അവളുടെ പട്ടികയിൽ ഉമ്മൻചാണ്ടി വരെ ഉണ്ടായിരുന്നു അവളെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പെണ്ണുങ്ങളും ഈ സമൂഹത്തിൽ ഉണ്ട്. പെണ്ണെന്ന വർഗത്തെ തന്നെ മറ്റുള്ളവർ പുച്ഛിക്കാനായിട്ട് മെയിൻ കാരണം ഇത്തരത്തിലുള്ള ചില കുലം കുത്തികൾ തന്നെയാണ്. പെണ്ണിന് കിട്ടുന്ന പ്രിവിലേജസ് യൂസ് ചെയ്ത് മിസ്യൂസ് ചെയ്യുന്ന ഇത്തരം ആൾക്കാരെയാണ് നമ്മൾ, അവരുടെ മുഖംമൂടിയാണ് നമ്മൾ അഴിച്ചു മാറ്റേണ്ടത്. ഞാൻ ഇരയോടൊപ്പമാണ്. ആരുടെ ഇര? രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഗർഭം ധരിച്ച ആ ഒരു പെൺകുട്ടിയുടെ കൂടെയാണ് ഞാൻ. അല്ലാതെ മാധ്യമത്തിൽ നിന്ന് വന്ന് ഹൂ കെയർസ്, നോ കമന്റ്സ് എന്ന് ഫെയിം കിട്ടാൻ വേണ്ടി മാത്രം, അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മാത്രം പ്രസംഗിക്കുന്ന എന്ത് വൃത്തികെട്ട രീതിയിലേക്കും തരം താഴ്ന്ന ഒരു പെൺകുട്ടിയെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഇതാണ് എന്റെ നിലപാട്. കാരണം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഉറച്ച നിലപാടുള്ളവളാണ് ഞാൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസ് പലപ്പോഴും കെട്ടിച്ചമച്ചതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 498A വലിയൊരു മാറ്റങ്ങൾ കോടതികൾ കൊണ്ടുവന്നത്. കാരണം പലതും ഒരു ഫാബ്രിക്കേറ്റഡ് കേസായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്താണ് റിയാലിറ്റി എന്ന് പോലും അറിയാണ്ട് ഒരു പുരുഷനെ ഇത്രമേൽ അടിച്ചേൽപ്പിക്കുകയും അവനെ കുറ്റാരോപിതനാക്കുകയും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ തീർച്ചയായിട്ടും വാട്സപ്പ് ചാറ്റ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഗർഭിണിയായി ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന
അദ്ദേഹത്തിന്റെ ആ അത്തരം പ്രവൃത്തികളെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, മറിച്ച് ഞാൻ ആ പെൺകുട്ടിയുടെ കൂടെയാണ്. പക്ഷേ ഈ മാധ്യമത്തിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഈ ഒരു സ്ത്രീയെ എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഫേക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നടക്കുന്ന ഇത്തരം പെൺകുട്ടികളുടെ ലിസ്റ്റിൽ ആ പെൺകുട്ടി മുൻപന്തിയിൽ ഉണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.